നമസ്കാരം. ഗുഡ് ഈവനിങ്. ഒരു ഉഷാറില്ല. ഗുഡ് ഈവനിങ്. ഇപ്പൊ ശരി, ആയിക്കോട്ടെ. അങ്ങനെ തന്നെ. നമുക്ക് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഒരു ഉഷാർ വേണം, വേണ്ടേ? അപ്പൊ നമുക്ക് ഞാൻ ഓണത്തിന് ചെയ്ത പോലെയല്ല, ഇപ്രാവശ്യം കുറച്ച് പുതിയ ആൾക്കാരെ ട്രൈ ചെയ്തിട്ടുണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാർ തന്നെ, പക്ഷെ എനിക്കത് പുതിയതാണ്. ഓക്കെ, അപ്പൊ അതില് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റം വരാണെങ്കിലും നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു ഭക്തിഗാനത്തോടെ തുടങ്ങാം അല്ലേ? അപ്പൊ ഭക്തിഗാനം പാടാനായിട്ട് KG മാർക്കോസിന് നല്ലൊരു ശബ്ദമില്ല. ഞാൻ പാടുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ള അറിയില്ല, എങ്കിലും ഞാനത് ട്രൈ ചെയ്യാണ് KG മാർക്കോസിന്റെ ശബ്ദത്തില്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാകമാർന്നു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനെ ഇടുന്നു ദൈവം. ഓക്കെ, ഇങ്ങനെ പാടിയപ്പോ നമ്മുടെ സിനിമാ താരം ലാലൻസിന്റെ ഒരു ആഗ്രഹം ഒരു ഭക്തിഗാനം പാടാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് പാടിച്ചു നോക്കാം. ഇതെല്ലാം ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ പറയുക. അപ്പോ ജനാർദ്ദൻ ചേട്ടനും ആഗ്രഹമുണ്ട് ഒരു പാട്ട് പാടുന്നത്. ജനാർദ്ദൻ ചേട്ടന് ഇഷ്ടമല്ല എല്ലാവർക്കും? ഒരു കയ്യടി തരാമോ? ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ഗബ്രിയേലിന്റെ മാറിലൊരാരോമം ഉണ്ടി പിറന്നല്ലോ. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമ്മുടെ SNDP പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ഒരു ഗാനം ആലോചിച്ചാൽ കൊള്ളാറുണ്ട്. അപ്പൊ അദ്ദേഹം പാർട്ടി റിലേറ്റഡ് ഒരു പാട്ടാണ് പാടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ പാടുന്നത് ഈ മഞ്ഞ പഴുകൾ മിന്നി കത്തുമ്പം എന്ത് ഇതിന്റെ ഭാവമുണ്ട്. അത് ഈ മഞ്ഞ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയിലൊരു ചിന്ത. അത് ഞാനും സുഗാനനും കൂടി ഇത് അപ്പൊ അത് നമ്മള് അച്യുതാനന്ദ സഖാവിന് മറന്നിട്ടില്ല എല്ലാവരും? ഉണ്ടോ? വളരെ ശക്തവും വ്യക്തവുമായി പറയുകയാണെങ്കിൽ മഞ്ഞ വിടുക ചുവട്ടിലേക്ക് വരിക. ഒന്നേ പറയാനുള്ളൂ, ഹാപ്പി ക്രിസ്മസ്. ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലാതാ? ഓക്കെ, നമുക്ക് സിനിമാ തിയേറ്ററിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ആഡാണ്, ആൾക്കാർ കാണാൻ ഇഷ്ടമില്ലാത്തൊരു ആഡാണ് നമ്മുടെ സ്മോക്കിങ്ങിന്റെ. ശ്വാസോശ്വാസം സ്പോഞ്ച് പോലെയാണ് നമ്മളത്. അപ്പൊ നമ്മുടെ കൊച്ചിനെ നൈഫിയാണ് ആ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ സിനിമ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും. സ്പോഞ്ച് പോലെ പട്ടി ഒരു ശരാശരി പുകവലിക്കാത്തല്ലേ ഇത്ര വരും, അത്രയ്ക്ക് ഇത്രയ്ക്കത്തേക്ക് അപ്പച്ചാണ് സത്യം. ഇത് മധുസാരാന്ന് പറഞ്ഞിരുന്നെങ്കിലോ? പട്ടി ശ്വാസം പഠിച്ചെടുക്കാനുള്ള ഒരു ചിലർ സിഗരറ്റ് വലിക്കും. അവരുടെ ലക്ഷ്യത്തിന് ഇത്രയും കര വരും, ഏതാണ്ട് എന്റെ അത്രയും. അത് മടിയുടെ പട്ടികളെ നിങ്ങളെ രോഗിയാക്കാൻ കൂടെ. താങ്ക് യു. നമ്മുടെ KP ഉമ്മർ മറന്നിട്ടില്ലല്ലോ. ഞാനൊരു വികാര ജീവിയാണ്. എന്നോട് സഹകരിച്ച് നിനക്ക് ഞാൻ ആനയെ മേടിച്ചു തരും, സാരി മേടിച്ചു തരും. മറിച്ചാണെങ്കിൽ ബാലകലോത്സവം നടത്തും ഞാൻ. ഒരു ശബ്ദം കൂടി എടുത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഇടയ്ക്ക് അന്തരിച്ച നമ്മുടെ നടൻ നെടുമുടി
എന്താ കഥ വലിയ മടുത്തു. നമ്മൾ ഈ ക്രിസ്മസിന് വന്നു പല പരിപാടികളും കണ്ടു, നല്ല പരിപാടികൾ. അതിനൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. മടുത്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.